സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തകൾക്കായുള്ള വചനഭാഗത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോയാലോ? വിശുദ്ധ മത്തായി 21, 33, 44 തിരുവചന ഭാഗങ്ങൾ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയിലൂടെ നല്ലൊരു തോട്ടമുടമയെ ദൈവം കാണിച്ചു തന്നുകൊണ്ട് യഥാകാലം വിളവെടുപ്പ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. വീട്ടുടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവം തന്നെയല്ലേ? ഇനി നമുക്ക് എന്തൊക്കെ ചെയ്തു എന്ന് നോക്കാം. ദൈവം നമുക്ക് വേണ്ടി ഒന്ന്, മുന്തിരിത്തോട്ടം വെച്ചുപിടിപ്പിക്കുന്നു. ശ്രേഷ്ഠ ജനതയാൽ നാം തന്നെയല്ലേ അവിടുത്തെ മുന്തിരിത്തോട്ടം? നാം ഒരിക്കലും ദൈവത്തെ തിരഞ്ഞെടുക്കുന്നവരായിരുന്നില്ല, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയായിരുന്നു. 2, അവിടുത്തെ സ്നേഹവും കരുണയും സംരക്ഷണവും കൊണ്ട് നമുക്ക് ചുറ്റും വേലി കെട്ടി. 3, നാം വെറും മുന്തിരിപ്പഴങ്ങൾ മാത്രമാകാതെ ഉപോൽപ്പന്നങ്ങളായി മാറുവാൻ നമുക്ക് വേണ്ടി ദൈവം മുന്തിരിച്ചത് സ്ഥാപിച്ചു. 4, ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ ദൈവം കാവലാളായി നിന്നുകൊണ്ട് ഗോപുരം നിർമ്മിച്ചു. 5, സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ട് നമ്മെ ഭരമേൽപ്പിച്ചു. 6, ഏൽപ്പിക്കപ്പെട്ടവയിൽ നിന്ന് യഥാകാല വിളവിനായി തൻ്റെ ദൂതന്മാരെയും പ്രവാചകന്മാരെയും നമ്മിലേക്ക് അയച്ചു. എന്നാൽ നമ്മൾ എന്താണ് ചെയ്തത്? അവരെ മാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാതെ അവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തു. അങ്ങനെ 1 അല്ല 2 അല്ല 3 അല്ല 30, 300 പ്രാവശ്യവും ദൈവം നമുക്ക് തന്ന താലന്തുകളിൽ നിന്ന് വിളവെടുക്കാനായി നമ്മെ സമീപസ്ഥനാകുമ്പോൾ നാം ഫലശൂന്യരും പാഴ്നിലങ്ങളുമായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ പാപബോധമോ നീതിബോധമോ ഇല്ലാതെ, ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യമില്ലാതെ നാം പാപികളായി തുടർന്നുകൊണ്ടിരുന്നു. ഈ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് ഈ നോമ്പുകാലത്ത് മാറ്റം വരണമെങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവ് വന്നു നിറയണം. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയണമെങ്കിൽ സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങേ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് നിരന്തരം യാചനാപൂർവ്വം ദൈവസന്നിധിയിൽ നമുക്ക് മനസ്സുകൊണ്ട് ആയിരിക്കാം. അങ്ങനെ നമുക്ക് സാധിക്കണമെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായ വിശുദ്ധ കുർബാനയിൽ അനുദിനം ത്യാഗപൂർവ്വം പങ്കെടുത്തുകൊണ്ട് ആ ദിവ്യകാരുടെ സ്നേഹം മറ്റുള്ളവർക്ക് ഒഴുക്കാൻ നമുക്ക് സാധിക്കും. വചനമാകുന്ന പാദങ്ങളുടെ വിളക്കിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രഘോഷിക്കാം. ആയുധമാകുന്ന ജപമാല കയ്യിലേന്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം ഫലദായകമാക്കി മാറ്റുവാൻ പ്രാർത്ഥന, നോമ്പ്, ഉപവാസം എന്നിവയിലൂടെ നമുക്ക് സാധിക്കും. പിതാവായ ദൈവം എപ്പോഴും പ്രവർത്തനനിരതനായിരിക്കുന്നത് പോലെ പുത്രനായ ദൈവം എപ്പോഴും പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പോലെ പരിശുദ്ധാത്മാവും നമ്മിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും പരിശുദ്ധത്വത്തിൻ്റെ അനുഗ്രഹത്തോടെ മുന്നേറാം. ഈ നോമ്പ് ഫലദായകമാക്കാം. താങ്ക് യു. ജയ് ക്രൈസ്റ്റ്.